ഇന്ന് നമ്മൾ വാലന്റൈൻ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നല്ല 7 ബോട്ടിൽ ആർട്ടാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വൈറ്റ് കളർ ഇനാമൽ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തു. പിന്നെ ഞാനിവിടെ പേപ്പറിൽ നിന്ന് ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പെൻസിൽ ഷേവിങ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഷേവിങ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹാർട്ട് ഷേപ്പില്ല, അപ്പോൾ അത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കാൻ ഒരു പെൻസിൽ വെച്ചിട്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു ഔട്ട്ലൈൻ്റെ അവിടെ നല്ല നീറ്റായിട്ട് തന്നെ ആ ഒരു ഷേപ്പ്, ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ആദ്യം കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ അകത്തും നമ്മൾ ഇതുപോലെ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഈ പെൻസിൽ ഷേവിങ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളറ് ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്, ക്രിംസൺ റെഡാണ്. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ ഈ പെൻസിൽ ഷേവിങ്സ് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ റെഡ് കളർ പെയിൻറ്റൊക്കെ ചെയ്തെടുത്തു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പെയിൻറ്റിൻ്റെ ബ്രഷ് ഇങ്ങനെ തട്ടിയിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ മേലെ ഭാഗത്തൊക്കെ കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വൈപ്പൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആ ഒരു പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ബോട്ടിലിൻ്റെ ഒരു മേലെയും താഴെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബോട്ടിലിൻ്റെ ഒരു നെക്കിൻ്റെ സൈഡിലും അതുപോലെ തന്നെ താഴെ ഭാഗത്തൊന്നും ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആക്കിയിട്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ അപ്പോൾ പെൻസിൽ ഷേവിങ്സ് കുട്ടികളൊക്കെ എപ്പോഴും ഇങ്ങനെ കളർ പെൻസിലും ഒക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒന്നാമത്തെ ഒരു വാലന്റൈൻ സ്പെഷ്യൽ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് പഴയ ബട്ടൺസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ ഫുള്ളായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സിൽവർ കളർ ഗ്ലിറ്റർ ഷീറ്റാണ്. എന്നിട്ട് അതിൽ നിന്ന് ഞാനൊരു 2 ലെറ്റർ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് ഒരു ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബോട്ടിൽ പ്രത്യേക ടൈപ്പ് ബോട്ടിലാണ് ഇങ്ങനെ ഒരു കട്ടിങ് ആയിട്ടുള്ളത്, നടുക്ക് ഭാഗം ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു മേലെ ഭാഗത്ത് ഐ, പിന്നെ അതുപോലെ താഴോട്ടായിട്ട് യു ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ആ ഒരു നടുക്ക് ഭാഗത്തായിട്ട് നമുക്ക് ബട്ടൺസ് വെച്ചിട്ട് ചെറുതായിട്ടൊരു ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ട് ആ ഒരു ബട്ടൺസ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ പഴയ ഡ്രസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡ്, പിങ്ക്, വൈറ്റ് ആ ഒരു 3 കളറിലുള്ള ബട്ടൺസാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേക ഈ ഒരു കളേഴ്സ് ആയിട്ടുള്ള ബട്ടൺസ് തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ കളറൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തൊക്കെ കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചിങ്ങനെ പ്ലെയിനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കല്ല, കുറച്ചിങ്ങനെ താഴെ മേലെയായിട്ട് തിക്കായിട്ട് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഈ ബട്ടൺസ് വെച്ചിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ടാണ് കേട്ടോ ആ ഒരു ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ ഒരു സാറ്റിൻ റിബൺ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലൊരു കുഞ്ഞി ബോ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ നെക്കിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈസി ആയിട്ട് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫുള്ളായിട്ടും വൈറ്റ് കളർ ഇനാമൽ പെയിൻറ്റ് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബബിൾ റാപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസിൻ്റെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുമ്പം കിട്ടുന്ന ഒരു ടൈപ്പാണ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു 3 സൈസിലൊരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബബിൾ റാപ്പ് കാണുമ്പോൾ ആർക്കും അതൊന്നും ഇങ്ങനെ പൊട്ടിക്കാനൊക്കെ തോന്നുമല്ലേ, നല്ല രസമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ അതെവിടെ കണ്ടാലും അതങ്ങനെ ഫുള്ള് പൊട്ടിച്ചെടുക്കും. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു 3 ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാനിവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അത് ആ ഒരു ബബിൾ വരുന്ന ആ ഒരു ഭാഗത്ത് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലേക്കൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ സ്പോഞ്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പെയിൻറ്റിംഗ് ഒക്കെ ആ ഒരു ബോട്ടിലേക്ക് കിട്ടാനായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ ആ ഒരു കവറ് മേലെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു 3 സൈസിലല്ലേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് 3 വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബോട്ടിലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു ഇതിൽ കിട്ടില്ല, ബാക്കി ഭാഗത്ത് ആ ഒരു ബബിളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിനൊരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ബാക്കി ഭാഗത്ത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് വേറൊരു ഡിസൈൻ ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ തന്നെ ആ ഒരു ബബിൾ റാപ്പിൽ ഫുള്ളായിട്ട് ഇങ്ങനെ റെഡ് കളർ പെയിൻറ്റ് ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ.
പിന്നീട് ഇതുപോലെ തന്നെ ഞാൻ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോന്നിങ്ങനെ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു 3 ബലൂൺ ഇങ്ങനെ കെട്ടിയിട്ട പോലെ, അപ്പോൾ ആ കെട്ടുന്ന ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊരു ബോ പോലെ ഒന്നിങ്ങനെ ആദ്യം ഞാൻ ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട്, അപ്പോൾ അത്രക്കൊരു നീറ്റ് കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് കുഞ്ഞൊരു ബോ ഉണ്ടാക്കിയിട്ട് അതൊന്ന് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബോ ഉണ്ടാക്കുന്ന വീഡിയോ വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ടാണ്. ഹോം മെയ്ഡ് ചോക്ക് പെയിൻറ്റ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറാണ് ഞാൻ യൂസ് ചെയ്തത്. ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മളൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പകുതി അളവായിട്ട് നമ്മൾ ആക്രിലിക് പെയിൻറ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ ചോക്ക് പെയിൻ്റാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ബോട്ടിലേക്ക് ഫുള്ളായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ ഈ ഒരു ചോക്ക് പെയിൻ്റ് ആകുമ്പോൾ ഒരു നല്ലൊരു ടെക്സ്ചറാണ്. ഡ്രൈ ആയിട്ട് കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു ടെക്സ്ചറാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചോക്ക് പെയിൻറ്റ് ഉണ്ടാക്കാതെ സാധാരണ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടും ബോട്ടിൽ ഫുള്ളായിട്ട് 2 കോട്ട് അടിച്ച് റെഡിയാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മളെ ബോട്ടിലിപ്പം 2 കോട്ടൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പഴയ ക്ലോത്താണ്. അപ്പം നല്ല ഭംഗിയുള്ള ചെക്കുള്ള ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പേപ്പറിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള 2 ഹാർട്ട് ഷേപ്പിൻ്റെതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ ചെക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നതും അത് സ്റ്റിക്ക് ചെയ്യുന്ന ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ ഞാനത് ഫെവിക്കോൾ വെച്ചിട്ട് ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ഹാർട്ട് ഷേപ്പ്. അപ്പോൾ എന്നിട്ട് നമ്മളെ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം അത് ഈ ഒരു ബോട്ടിലേക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ചോക്ക് പെയിൻറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മളെ ബോട്ടിൽ നല്ലൊരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു നല്ല ചെക്കായിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പും കൂടെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു ബോട്ടിൽ വളരെ സിമ്പിളായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബ്ലാക്ക് കളർ സാറ്റിൻ റിബണും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു ബോട്ടിൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബിസ്ക്കറ്റിൻ്റെയും അതുപോലെ ബ്രെഡിൻ്റെ അതുപോലെ ചില്ലി പൗഡറിൻ്റെ ഒക്കെ കവറുകളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡ് കളർ അതുപോലെ ഗോൾഡൻ പിങ്ക് കളർ, അപ്പോൾ ആ ഒരു കളറൊക്കെ ഉള്ള കവറുകളൊക്കെ നോക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചിങ്ങനെ ഹാർട്ട് ഷേപ്പും അതുപോലെ ചെറുതും വലുതായിട്ടുള്ള കുറച്ച് ഹാർട്ടുകൾ, യു ആൻഡ് മീ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഫോൺസ്, അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വാലൻറ്റൈൻ സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണോ വേണ്ടതെന്ന് ബോട്ടിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിന് ആ ഒരു ഇങ്ങനത്തെ ടൈപ്പ് ബോട്ടിൽ തന്നെ എടുക്കാൻ നോക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കട്ടിങ്സൊക്കെ ഇങ്ങനെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ തിന്നായിട്ടുള്ള 2-3 ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒന്നും കൂടി ഒട്ടിച്ചു കൊടുത്തു. അപ്പം നല്ലൊരു ഭംഗിയിട്ട് അങ്ങനെ കാണാനായിട്ട്. പിന്നെ അതുപോലെ റെഡ് കളറ് ഒരു ഫുള്ള് ഫില്ലായിട്ടുള്ള ടൈപ്പ് ഹാർട്ട് ഷേപ്പ് ഞാൻ അതിൻ്റെ മേലായിട്ടൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ കവർന്ന് യു ആൻഡ് മീന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ഗോൾഡൻ കളർ, അപ്പോൾ അതും കൂടി അതിൻ്റെ ഒരു സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബോട്ടിലിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തു. ഇനി അതുപോലെ തന്നെ ആ ഒരു ബാക്കി ആ ഒരു കട്ടിങ്സൊക്കെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അതിപ്പോൾ നമ്മളിങ്ങനെ പഴയ വേസ്റ്റ് ആയിട്ടുള്ള കവർ ഒട്ടിച്ചു കൊടുത്താന്ന് തോന്നില്ല കേട്ടോ. അത്രയും നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ട് അത് കുറച്ച് പഴയ ഫാബ്രിക്കാണ്, റെഡ് കളർ ഇങ്ങനെ സാറ്റിൻ്റെ ഫാബ്രിക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ പെറ്റലിൻ്റെ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ആ ഒരു ബോട്ടിലിൽ അതിങ്ങനെ കാണുന്നു. അപ്പോൾ അവിടെ ഞാൻ വൈറ്റ് കളർ സാറ്റിൻ റിബൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെറ്റൽസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഈ ബോട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ ബിസ്ക്കറ്റിൻ്റെ കവർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിൽ നിന്ന് കുറച്ചിങ്ങനെ ഹാർട്ട് ഷേപ്പും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. അപ്പം നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു റെഡും ഗോൾഡും സിൽവർ എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഞാനിവിടെ റെഡും വൈറ്റും ഫോം ഷീറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് 2 ഹാർട്ട് ഷേപ്പ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് ഞാൻ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സാറ്റിൻ റിബണിലേക്ക് ഇങ്ങനെ കോർത്തിട്ട് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തപ്പം നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന കവറൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ടൊരു ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്തൊരു ബോട്ടിൽ ചെയ്യാനായിട്ട് ഞാനിവിടെ കുഞ്ഞി 2 ബോട്ടിൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഒരു ബോട്ടിലേക്ക് ഞാൻ ഇനാമൽ പെയിൻറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്നിങ്ങനെ ബേസ് കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. ആ ഒരു സമയത്തേക്ക് ഞാൻ അടുത്ത ഒരു ബോട്ടിലേക്കൊന്നിങ്ങനെ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാനിവിടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുക്കുന്നുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് ഫുള്ളായിട്ട് 2 കോട്ട് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ബോട്ടിൽ ഇപ്പോൾ പെയിൻറ്റൊക്കെ അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഈ ഒരു ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ പഴയ ക്ലോത്ത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡിൽ വൈറ്റ് കളറായിട്ടുള്ള നല്ലൊരു ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചൊരു വലിയൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ആ ഒരു ബോട്ടിലേക്ക് ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഇങ്ങനെ ആപ്ലിക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്ട്രോബെറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുള്ള ഒരു ഫാബ്രിക് കുറച്ച് ബാക്കിയുള്ളതാണ്. അപ്പോൾ അത് ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വൈറ്റിൽ റെഡ് കളർ ഡോട്ടുള്ള കുറച്ച് ഫാബ്രിക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ 2-3 ഹാർട്ട് ഷേപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു കുറച്ച് വലുത്, പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടെ ചെറുത്. അപ്പോൾ അങ്ങനെ ഒരു 4-5 എണ്ണം ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ചും കൂടെ ഫെവിക്കോൾ എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫാബ്രിക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നിങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നന്നായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടാനും പിന്നെ ഒരു നല്ലൊരു ഡെക്കോപേജ് ഒക്കെ ചെയ്ത പോലത്തെ ഒരു ഇത് കിട്ടാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ 2 ബോട്ടിലേക്കും ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു. പിന്നെ ഞാനിവിടെ റെഡ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതിനൊരു ചെറിയൊരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഫുള്ളായിട്ടല്ല, അങ്ങനെ വിട്ടിട്ടുള്ള ഒരു ലൈനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വൈറ്റ് കളർ ഫാബ്രിക് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിലേക്ക് ഇതുപോലെ തന്നെ ഞാൻ റെഡ് കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പഴയ ഫാബ്രിക് വെച്ചിട്ട് ഒരു 2 ബോട്ടിൽ ഇപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഫാബ്രിക് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ നമ്മൾ വാലന്റൈൻ സ്പെഷ്യലായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് 7 ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.